നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെല്ലാവരെയും ഒരുപോലെ തളർത്തുന്ന ചങ്ങലക്കിടുന്ന ഒരു വികാരമുണ്ട്. അതാണ് നാണക്കേട് അല്ലെങ്കിൽ അപമാനഭാരം. നാലുപേർ എന്തു വിചാരിക്കും, സമൂഹം എന്നെ പരിഹസിക്കുമോ, എൻ്റെ അന്തസ്സിന് ഇത് കുറച്ചിലാവുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കാരണം എത്രയോ മനോഹരമായ സ്വപ്നങ്ങളും വലിയ അവസരങ്ങളുമാണ് നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ഏറ്റവും മാരകമായ വിഷമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ഈ അനാവശ്യ ഭയം. എന്നാൽ ലോകചരിത്രം മാറ്റിമറിച്ച മഹാന്മാരുടെ ജീവിതമൊന്ന് പരിശോധിച്ചു നോക്കൂ. അവരൊക്കെയും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടുത്ത പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും ഇരയായവരാണ്. ആ പരിഹാസ ശരങ്ങൾക്ക് മുന്നിൽ അവർ അന്ന് തോറ്റു പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് ലോകം അവരെ ഓർക്കുകയില്ലായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം പരിഹസിക്കപ്പെട്ടാലും, ലോകം നിങ്ങളെ നോക്കി എത്ര ചിരിച്ചാലും, നാണം കെട്ടാലും ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ലാത്ത, പിന്മാറാൻ പാടില്ലാത്ത 7 അതിശക്തമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ തളർത്തിയിരുന്ന അപമാനഭാരത്തെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കാമെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള ആത്മവിശ്വാസം ഈ വാക്കുകൾ നിങ്ങൾക്ക് നൽകും. നമുക്ക് ആദ്യത്തെ സുപ്രധാനമായ പോയിന്റിലേക്ക് കടക്കാം. പലപ്പോഴും ഒരു വലിയ സദസ്സിലോ മീറ്റിങ്ങിലോ ഇരിക്കുമ്പോൾ നമുക്കറിയാത്ത ഒരു കാര്യം ചോദിക്കാൻ നമ്മൾ വല്ലാതെ മടിക്കാറുണ്ട്. ആരെങ്കിലും എന്നെ വിഡ്ഢിയായി കാണുമോ, അല്ലെങ്കിൽ എല്ലാവരും അറിവുള്ളവരായി ഇരിക്കുമ്പോൾ എനിക്ക് മാത്രം ഇതറിയില്ലേ എന്ന ചിന്ത നമ്മളെ നിശബ്ദരാക്കുന്നു. എന്നാൽ ഓർക്കുക, ലോകത്തെല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ പോലുമില്ല. അറിവില്ലായ്മ എന്നത് ഒരു കുറ്റമല്ല, മറിച്ച് അറിവ് നേടാനുള്ള ആദ്യത്തെ പടിയാണ്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ തനിക്കറിയില്ല എന്ന് തുറന്ന് സമ്മതിക്കാൻ കാണിക്കുന്ന ആർജവമാണ് ഒരു വ്യക്തിയുടെ പക്വതയുടെ ലക്ഷണം. ഒരു സംശയം ചോദിക്കാൻ മടിക്കുന്നവൻ അന്ന് ഒരുപക്ഷെ സുരക്ഷിതനായി ഇരുന്നേക്കാം, എന്നാൽ ജീവിതകാലം മുഴുവൻ അവൻ ആ കാര്യത്തിൽ അജ്ഞനായി തുടരേണ്ടി വരും. ഒരിക്കൽ ചോദ്യം ചോദിക്കുന്നവൻ ആ നിമിഷം മാത്രം വിഡ്ഢിയായി തോന്നിയേക്കാം, എന്നാൽ ചോദ്യം ചോദിക്കാത്തവൻ എന്നേക്കുമായി വിഡ്ഢിയായി അവശേഷിക്കുന്നു. അതുകൊണ്ട് അറിവ് നേടാനുള്ള നിങ്ങളുടെ യാത്രയിൽ മറ്റുള്ളവരുടെ പരിഹാസം ഭയന്ന് സംശയങ്ങൾ ചോദിക്കാതിരിക്കരുത്. നിങ്ങളെ നോക്കി ആരെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയായി മാത്രം കാണുക. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയവരെല്ലാം നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിച്ചവരാണ്. രണ്ടാമത്തെ കാര്യം, പരാജയപ്പെട്ടിടത്ത് നിന്ന് വീണ്ടും തുടങ്ങുക എന്നതാണ്. ജീവിതത്തിൽ സാമ്പത്തികമായോ തൊഴിൽപരമായോ വലിയൊരു തകർച്ച നേരിടുമ്പോൾ വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ പലർക്കും വലിയ നാണക്കേടാണ്. പഴയ പദവികൾ നഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഇമേജ് തകരുമെന്നോർത്തോ അവർ ചെറിയ ജോലികൾ ചെയ്യാനോ കഠിനാധ്വാനം ചെയ്യാനോ മടിച്ച് വീട്ടിലിരിക്കും. ആളുകൾ തന്നെ നോക്കി സഹതപിക്കുമെന്നോ പരിഹസിക്കുമെന്നോ ഉള്ള ഭയം അവരെ കൂടുതൽ തളർത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നതിൽ ഒരു തരത്തിലുള്ള നാണക്കേടുമില്ല എന്ന് നാം തിരിച്ചറിയണം. നിങ്ങളുടെ ഈഗോയേക്കാൾ വലുതായിരിക്കണം നിങ്ങളുടെ അതിജീവനം. ബിസിനസ്സിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ തെരുവിൽ കച്ചവടം തുടങ്ങുന്നത് നാണക്കേടല്ല, മറിച്ച് തകരാത്ത അയാളുടെ മനക്കരുത്തിന്റെ അടയാളമാണ്. വീണിടത്ത് നിന്ന് പൊടിതട്ടി എഴുന്നേൽക്കുന്നവനെയാണ് ലോകം പിന്നീട് ആദരവോടെ നോക്കുന്നത്. നിങ്ങൾ എവിടെ വീണു എന്നതല്ല പ്രധാനം, അവിടെ നിന്ന് എങ്ങനെ എഴുന്നേറ്റു എന്നതാണ്. മറ്റുള്ളവരുടെ പരിഹാസം ഭയന്ന് വെറുതെ ഇരിക്കുന്നത് പരാജയത്തേക്കാൾ വലിയ നാണക്കേടാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ടവയെക്കുറിച്ച് ഓർത്ത് നാണിച്ചിരിക്കാതെ പുതിയൊരു തുടക്കം കുറിക്കാൻ ധൈര്യം കാണിക്കുക. ആ നിശ്ചയദാർഢ്യം നിങ്ങളെ പഴയതിനേക്കാൾ വലിയ ഉയരങ്ങളിൽ എത്തിക്കും. മൂന്നാമതായി നാം സംസാരിക്കുന്നത് നമ്മുടെ വലിയ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് വിചിത്രമായോ അസംബന്ധമായോ തോന്നാം. അവർ നിങ്ങളെ നോക്കി പരിഹസിക്കും, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തളർത്താൻ ശ്രമിക്കും. ഈ പരിഹാസം ഭയന്ന് പലരും തങ്ങളുടെ താല്പര്യങ്ങൾ ഉപേക്ഷിക്കുകയും മറ്റുള്ളവർ പോകുന്ന സുരക്ഷിതമായ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. സോഷ്യൽ വാലിഡേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമായ ഒരു വികാരമാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാണാൻ നിങ്ങൾക്കേ കഴിയൂ എന്ന് തിരിച്ചറിയുക.
മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ്. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും ഓരോ വലിയ മാറ്റങ്ങളും ഉണ്ടായപ്പോൾ ലോകം ആദ്യമൊക്കെ അവരെ നോക്കി ചിരിച്ചിട്ടുണ്ട്. പരിഹാസങ്ങൾക്കിടയിലും സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ വികാരം അത് നിങ്ങൾക്കുള്ള ദൈവീകമായ സന്ദേശമാണ്. അതുകൊണ്ട് ലോകം എന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങളുടെ സ്വപ്നങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. ആ പരിഹാസങ്ങളെല്ലാം നിങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനമായി മാറ്റുക. നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ ആദ്യം പരിഹസിച്ചവർ തന്നെയായിരിക്കും ആദ്യം കൈയടിക്കാൻ മുന്നിൽ നിൽക്കുന്നത്. നാലാമത്തെ കാര്യം, തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കാനും മാപ്പ് ചോദിക്കാനുമുള്ള മനോഭാവമാണ്. ഒരു തർക്കത്തിലോ ബന്ധത്തിലോ നമുക്ക് തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ പോലും മാപ്പ് ചോദിക്കുന്നത് ഒരു നാണക്കേടായിട്ടാണ് പലരും കാണുന്നത്. മാപ്പ് ചോദിച്ചാൽ താൻ തോറ്റുപോകുമെന്നും തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്നും അവർ കരുതുന്നു. എന്നാൽ വാസ്തവത്തിൽ മാപ്പ് ചോദിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമേയല്ല, മറിച്ച് അത് വലിയ മനസ്സിൻ്റെയും പക്വതയുടെയും അടയാളമാണ്. സ്വന്തം ഈഗോ മാറ്റിവെച്ച് ഒരു ബന്ധം നിലനിർത്താൻ മുൻകൈയെടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയി. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ തെറ്റ് സമ്മതിക്കാനുള്ള ഭയം ഒരു വ്യക്തിയുടെ അരക്ഷിതാവസ്ഥയെയാണ് കാണിക്കുന്നത്. എന്നാൽ ധീരനായ ഒരാൾക്ക് തൻ്റെ പിഴവുകൾ തിരിച്ചറിയാനും അവ തിരുത്താനും ഒട്ടും മടിയുണ്ടാവുകയില്ല. നിങ്ങളുടെ ഒരു ചെറിയ മാപ്പ് പറച്ചിൽ വലിയ തകർച്ചകളിൽ നിന്ന് ബന്ധങ്ങളെ രക്ഷിച്ചേക്കാം. മാപ്പ് ചോദിക്കുന്നതിലൂടെ നിങ്ങൾ ചെറുതാവുകയല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഉള്ളിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തെറ്റുകൾ പറ്റിയാൽ അത് മറച്ചുവെക്കാൻ ശ്രമിക്കാതെ, നാണക്കേട് വിചാരിക്കാതെ അത് തുറന്ന് സമ്മതിക്കുക. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ പരിശുദ്ധമാക്കും. അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത് സഹായം അഭ്യർത്ഥിക്കുന്ന കാര്യത്തിലാണ്. ജീവിതത്തിൽ പലരും വലിയ ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോകുന്നത് മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ നാണക്കേട് വിചാരിക്കുന്നത് കൊണ്ടാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലോ മാനസികമായ തകർച്ചയിലോ ഇരിക്കുമ്പോൾ ആരോടെങ്കിലും സഹായം തേടിയാൽ താൻ മോശക്കാരനാകുമെന്ന് പലരും ഭയപ്പെടുന്നു. സഹായം ചോദിക്കുന്നത് തോൽവിയല്ല, മറിച്ച് അത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. നമ്മൾ എല്ലാവരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നേറേണ്ടവരാണ്. സഹായം ചോദിക്കാനുള്ള നിങ്ങളുടെ വിമുഖത ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അപകടത്തിലാക്കിയേക്കാം. തനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് സമ്മതിക്കുന്നത് ഒരപമാനമല്ല, മറിച്ച് നിങ്ങളുടെ പരിമിതികളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമാണ്. രോഗം വരുമ്പോൾ ഡോക്ടറെ കാണുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ വിദഗ്ധരോടോ സഹായം ചോദിക്കുന്നത്. ആരെങ്കിലും എന്തു വിചാരിക്കുമെന്ന് കരുതി മിണ്ടാതിരിക്കരുത്. തക്ക സമയത്ത് ചോദിക്കുന്ന ഒരു സഹായം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് കഠിനമായ സാഹചര്യങ്ങളിൽ അഭിമാനം പണയം വെക്കാതെ സഹായം തേടാൻ ശീലിക്കുക. ആറാമത്തെ സുപ്രധാന കാര്യമാണ് മറ്റുള്ളവർക്ക് അപ്രിയമായ കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക എന്നത്. മറ്റുള്ളവർ എന്തു വിചാരിക്കും, അവർക്ക് എന്നോട് ദേഷ്യം തോന്നുമോ, അല്ലെങ്കിൽ എന്നെ ഒരു മോശം വ്യക്തിയായി അവർ കാണുമോ എന്ന് ഭയന്ന് പല അനാവശ്യ കാര്യങ്ങൾക്കും നമ്മൾ സമ്മതം മൂളാറുണ്ട്. ഈ പീപ്പിൾ പ്ലീസിംഗ് സ്വഭാവം നിങ്ങളെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്കും സമയനഷ്ടത്തിലേക്കും നയിക്കുന്നു. മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ താല്പര്യങ്ങൾ ബലികഴിക്കുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന നീതികേടാണ്. നിങ്ങളുടെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് ധീരമായി നോ പറയുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലികമായ ആ നാണക്കേട് അല്ലെങ്കിൽ അപ്രിയം നിങ്ങൾ സഹിക്കുക. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ കരുത്തുള്ളതാക്കും. സ്വന്തം മതിലുകൾ നിശ്ചയിക്കാൻ കഴിയുന്നവനെ മാത്രമേ ലോകം ബഹുമാനിക്കൂ. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ ഒടുവിൽ ആരെയും സന്തോഷിപ്പിക്കാൻ കഴിയാതെ സ്വയം തകർന്നു പോകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ പരിഹാസമോ പിണക്കമോ ഭയന്ന് എല്ലാത്തിനും സമ്മതം മൂളരുത്. നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കാണിക്കുന്ന ആർജവമാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം. ഈ ഏഴാമത്തെയും അവസാനത്തെയും കാര്യം നിങ്ങളുടെ തനതായ വ്യക്തിത്വം പ്രകടിപ്പിക്കുക എന്നതാണ്. പലരും തങ്ങളുടെ വസ്ത്രധാരണം, ഭാഷ, പശ്ചാത്തലം അല്ലെങ്കിൽ രൂപം എന്നിവയിൽ നാണക്കേട് തോന്നി മറ്റൊരാളാകാനാവാതെ ശ്രമിക്കാറുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നതോ താൻ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണെന്നതോ ഒരു കുറവായി കണ്ട് അവർ സ്വയം ഒതുങ്ങിക്കൂടുന്നു.
ആത്മവിശ്വാസമില്ലായ്മയുടെ ഏറ്റവും വലിയ ലക്ഷണമാണിത്. എന്നാൽ നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിലാണ് ഏറ്റവും വലിയ സൗന്ദര്യവും ശക്തിയും അടങ്ങിയിരിക്കുന്നത്. ലോകത്തിന്റെ കൃത്രിമമായ നിലവാരങ്ങളിലേക്ക് ഉയരാൻ വേണ്ടി നിങ്ങളുടെ തനിമ മറച്ചു വെക്കാതിരിക്കുക. ഒരു കാക്ക കുയിലിനെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് പരിഹാസ്യമാകുന്നത്. എന്നാൽ കാക്ക കാക്കയായിരിക്കുമ്പോൾ അതിനതിൻ്റെതായ സ്ഥാനമുണ്ട്. നിങ്ങളെ പരിഹസിക്കുന്നവർ ചിലപ്പോൾ നിങ്ങളുടെ തനിമ കണ്ട് അസൂയ പൂണ്ടിട്ടാകാം അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ലോകം നിങ്ങളെ സ്നേഹിക്കും. ഇന്ന് നിങ്ങളുടെ കുറവുകളെ നോക്കി ചിരിക്കുന്നവർ നാളെ നിങ്ങളുടെ പ്രത്യേകതകളെ നോക്കി അത്ഭുതപ്പെടുന്ന കാലം വരും. അതുകൊണ്ട് നിങ്ങളുടെ പശ്ചാത്തലത്തിലോ സത്വത്തിലോ ഒരിക്കലും നാണക്കേട് തോന്നരുത്. അഭിമാനത്തോടെ നിങ്ങളായി തന്നെ ജീവിക്കുക. ഈ ചർച്ചയിലൂടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇതാണ്: നാണക്കേട് എന്നത് വെറും ഒരു തോന്നൽ മാത്രമാണ്. നിങ്ങളെ പരിഹസിക്കുന്നവർ നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കുന്നില്ല. അവർ നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ കൂടെ നിൽക്കുന്നില്ല. ലോകത്തിന്റെ അഭിപ്രായങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നവർ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കരുത്. നാണക്കേടിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങളെ തടയാൻ ആർക്കും കഴിയുകയില്ല. അപമാനിക്കപ്പെടുമ്പോൾ തളർന്നു പോകാതെ അതൊരു വാശിയായി, ഒരു തീയായി ഉള്ളിൽ സൂക്ഷിക്കുക. നിങ്ങളെ നോക്കി പരിഹസിച്ചവർക്ക് മുന്നിൽ ഏറ്റവും മികച്ച രീതിയിൽ ജീവിച്ചു കാണിക്കുന്നതാണ് നിങ്ങൾ അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി. ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.